ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. ചെറുതുരുത്തിയിൽ യൂത്ത് കോൺഗ്രസ് കൊടിമരങ്ങൾ നശിപ്പിച്ച CPM പ്രവർത്തകർക്കെതിരെ വള്ളത്തോൾ നഗർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലെ ED റെയ്ഡിനെ തുടർന്ന് ചെറുതുരുത്തിയിലുണ്ടായ അക്രമ സംഭവങ്ങളെ പ്രതിഷേധിച്ച് വള്ളത്തോൾ നഗർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. അക്രമികൾ നശിപ്പിച്ച യൂത്ത് കോൺഗ്രസ് കൊടിമരം പ്രവർത്തകർ വീണ്ടും പുനഃസ്ഥാപിച്ചു. യൂത്ത് കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് CA അർഷദ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം ചേലക്കര നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൽ ഉദ്ഘാടനം ചെയ്തു. CPMന്റെ DYFI എന്ന് പറഞ്ഞ കുട്ടിസഖാക്കൾ തന്നെ ചെറുതുരുത്തിയിലെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും കൊടിമരം പിഴുതെറിയാനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കൊടിമരം മോഷ്ടിക്കാനും മുന്നോട്ട് വന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായത്. എന്താണ് നിലവിൽ കേരളത്തിലെ സാഹചര്യം? കേരളത്തിൽ പിണറായി വിജയൻ മൂന്നാമതും വരുമെന്ന് പറഞ്ഞ, പിണറായി വിജയൻ മൂന്നാമതും വരുമെന്ന് സ്വപ്നം കണ്ട പിണറായി വിജയൻ മൂന്നാമതും വരുമ്പോൾ കഴിഞ്ഞ 10 കൊല്ലം നടത്തിയ അഴിമതിയും അക്രമവും വീണ്ടും നടത്താമെന്ന് പറഞ്ഞ കുട്ടി സഖാക്കളെയും കേരളത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ UDF ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോ 35 സീറ്റുകളിലേക്ക് പിണറായി വിജയന്റെ ഇടതുപക്ഷത്തെ കേരളത്തിലെ പ്രമുഖരായ ജനം വലിച്ചെറിഞ്ഞപ്പോ ആ ജനവിധി സ്വയം ആ ജനവിധിയെ അംഗീകരിക്കാൻ സാധിക്കാതെ, ആ ജനവിധിയെ അംഗീകരിക്കാതെ കേരളത്തിന്റെ തെരുവുകളിൽ കഴിഞ്ഞ് തെമ്പാടിത്തരം കാണിക്കുന്ന DYFI ആണ് നാം കാണുന്നത്. എന്തായിരുന്നു പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന സംഭവം? പിണറായി വിജയന്റെ മകൾക്കെതിരെ, വീണ വിജയനെതിരെ ഒരു ED അന്വേഷണം വരുന്നു. വീണ വിജയനെ ചോദ്യം ചെയ്യുന്നു. വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന്റെ ഒപ്പം പിണറായിക്കെതിരെയാണ് EDയുടെ ഈ അറസ്റ്റും EDയുടെ ഈ റെയ്ഡുമെന്ന് പാവപ്പെട്ട സഖാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, പാവപ്പെട്ട സഖാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് കേരളത്തിന്റെ തെരുവുകളിലെല്ലാം അക്രമം അഴിച്ചുവിടുന്ന കാഴ്ച നാം കണ്ടു. മുൻ മണ്ഡലം പ്രസിഡന്റ് വിഷ്ണുദേവ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് OU ബഷീർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബീന രവി, INTUC മണ്ഡലം പ്രസിഡന്റ് PT തമ്പിമണി, KSU നേതാക്കളായ അർഫാൻ, റാഷിഖ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. അതായത് EDയെ ചെറുക്കുവാൻ കേരളത്തിലെ അന്തംകമ്മികളോട് ആവശ്യപ്പെടുകയും തുടർന്ന് സംഭവ ബഹുലമായ കാര്യങ്ങളാണ് പിന്നെ കേരളം കണ്ടത്. എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയന്റെ മകളുടെ പേരിലുള്ള ED അന്വേഷണത്തിന് യൂണിയൻ ജാക്കിന്റെ ഇന്ത്യയിലെ ജനങ്ങളെ അടിമകളാക്കാൻ യൂണിയൻ ജാക്കിന്റെ പതാക വെട്ടിവരിച്ചുകൊണ്ട് അവിടെ ഉയർത്തിയ ഈ ത്രിവർണ്ണ പതാക, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ പതാകയെ തകർക്കാൻ ഇവിടുത്തെ അച്ചാരമായ CPMന്റെ കമ്മാടികളായ ഗുണ്ടപ്പരിശകൾക്ക് ഒരിക്കൽ കൊടുത്താക്കി നിർത്തിക്കൊണ്ട് പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീട് റൈഡ് ചെയ്യുന്നത് വീണ വിജയന്റെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട കേസിലാണ്. ആരാ അന്വേഷിക്കുന്നത്? കേന്ദ്ര അന്വേഷണ സംഘം ED. പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തു എന്ന് കേട്ട വാദി, കേൾക്കാത്ത വാദി. CCV ന്യൂസ്, ചെറുതുരുത്തി.